മനുഷ്യ ട്രംപിന് ഇന്ത്യയോടുള്ള വിരോധം ഇപ്പോൾ പരസ്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 25% പറയുന്നത് ഇപ്പോൾ 50ആയി മാറിയിരിക്കുന്നു അധിക തീരുവ. എല്ലാത്തിനും ഉപരിയായിട്ട് റഷ്യയുമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു ഇടപാടുകൾ അത് വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ പൊള്ളിക്കുന്നുണ്ട്. ഈ രീതിയിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് തന്നെ മോദി നിലപാടെടുത്തു കഴിഞ്ഞു. പണ്ടത്തെ പോലെ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു ആൾക്കാരല്ല. നമ്മൾ എന്തും സഹിച്ചു നിൽക്കും. കർഷകർക്ക് വേണ്ടിയായാലും ഇവിടുത്തെ വ്യാപാരികൾക്ക് വേണ്ടിയായാലും നമ്മൾ ഉറച്ച ഇതോടെ നിൽക്കുന്നുണ്ട്. എന്തും നേരിടാൻ തയ്യാറെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും മറു ഓപ്ഷൻ കൊണ്ടുവന്ന് സ്വാഭാവികമായിട്ടും നോക്കും എന്തായാലും. മാത്രമല്ല ഈ ട്രംപിന്റെ സമീപനം ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെ കൂട്ടി കെട്ടിപ്പിടിച്ചാണ് അവർ നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും നമ്മൾ തളരില്ല എന്ന് കൃത്യമായി മറുപടി കൊടുത്തേക്കും. ഇപ്പോൾ ചൈനയ്ക്ക് അടക്കം ഇളവുകൾ കൊടുക്കുന്നു. പാകിസ്ഥാന് 25 10% വീണ്ടും കുറച്ചു. അങ്ങനെ ഇനിയിപ്പോൾ അസീം മുനീർ വീണ്ടും അമേരിക്കയിലേക്ക് വരുന്നു. മാത്രമല്ല തുർക്കിക്ക് ഇളവുകൾ നൽകുന്നു. ബ്രസീലിനെ പോലുള്ള അവർക്ക് കുറച്ചുകൂടി ഇതുപോലെ തന്നെ ഇന്ത്യയെ പോലെ തന്നെ അമിതഭാരം ഏൽപ്പിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് മോദി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ മോദി തന്നെ പറയുന്നു ഇത് ഇനിയും ഇതുപോലത്തെ ഇത് തുടരാം, ഒരു ഭീഷണി മുഴക്കുകയാണ്. ലോക നേതാവെന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഈ ഭീഷണി മുഴക്കുകയാണ്. എന്നാൽ പോലും നമ്മുടെ ഈ ഒരു സ്ഥിതിഗതികൾ വെച്ച് ഇപ്പോൾ അമേരിക്കയോളം എത്തിയില്ലെങ്കിൽ പോലും ഇന്ത്യ തക്കതായ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റഷ്യയുടെ പിന്തുണ അടക്കം ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ട്രംപ് സത്യത്തിൽ ഈ ഭ്രാന്ത് പിടിച്ച പോലെ നടത്തുന്നൊന്നും കുറച്ചധികം കാരണങ്ങളുണ്ട് ശരത്ത്. അതായത് ഒന്ന് ട്രംപിന്റെ നാട്ടിൽ തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഒരാൾ എപ്പോഴാണ് അനാവശ്യമായി അധികമായി സംസാരിക്കുകയും അയാൾ അജിറ്റേറ്റഡ് ആവുകയും ചെയ്യുന്ന വെച്ചാൽ അയാൾക്ക് ആഭ്യന്തരമായി ഉള്ളിൽ ഇതൊരു ബേസിക് സൈക്കോളജിയാണ്. അയാൾക്ക് ഉള്ളിൽ എന്തോ പ്രതിസന്ധികളുണ്ട്. അത് മറയ്ക്കാനായി കാണിക്കുന്ന കുറെ കോപ്രായങ്ങൾ ആണ് ഒന്ന്. അയാളുടെ ഉള്ളിലുള്ള സംഘർഷങ്ങൾ അല്ലെങ്കിൽ അയാൾ നേടുന്ന പ്രശ്നങ്ങളെ മറയ്ക്കാനുള്ള കോപ്രായങ്ങളായാണ് ഞാൻ പൊതുവിൽ ഇതിനെ ഒബ്സർവ് ചെയ്യുന്നത്. മാത്രമല്ല അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാം ഇല്ലീഗൽ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ, എപ്സ്റ്റൈൻ ഫയലുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികൾ, മാത്രമല്ല കഴിഞ്ഞ ദിവസം ട്രംപിനെ എടുത്തു പൊരിക്കുന്ന ജേർണലിസ്റ്റുകളെ ശരത്ത് ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. ട്രംപിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇന്ത്യക്കെതിരെ അധിക തീരുവ ചുമത്തുന്നു, റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് കൊണ്ടാണെന്നാണ് നിങ്ങൾ പറയുന്നത്, 25% പിഴച്ചുങ്കം എന്ന രീതിയിൽ യുക്രൈനെ സഹായിക്കുന്ന കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ട്രംപിനോട് തിരിച്ച് ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഇന്ത്യ പറഞ്ഞല്ലോ നിങ്ങൾ റഷ്യയിൽ നിന്ന് യുറേനിയവും ഇന്ധനവും മറ്റേ ഫെർട്ടിലൈസേഴ്സും വളവും ഒക്കെ മേടിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിൽ തെറ്റൊന്നുമില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ട്രംപ് സത്യത്തിൽ നിശബ്ദനായി പോവുക എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് എനിക്കറിയില്ല, ഞാൻ പരിശോധിച്ച് പറയാം എന്നുള്ള തൊടുന്യായൻ മറുപടിയാണ് പറഞ്ഞത്. മാത്രമല്ല ട്രംപ് ബേസിക്കലി അധികാരത്തിൽ കയറിയതിന്റെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ലോകത്തിൽ സമാധാനം കൊണ്ടുവരുമെന്നും ലോകത്തിനെ ആകമാനം അതായത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതും തിരിച്ച് ചോദിക്കുന്നുണ്ട്, നോക്കൂ നിങ്ങൾ ഈ പറഞ്ഞു നടന്നില്ലല്ലോ, ഇപ്പൊ 5-6 മാസം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ അതത്ര നിങ്ങൾ വിചാരിക്കുന്നത് അതത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞു ഒഴിയുന്ന ട്രംപിനെയാണ് കാണുന്നത്. അത് ട്രംപ് എന്ന് പറഞ്ഞത് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നതൊന്നും നടപ്പിലാക്കാൻ കഴിയാത്തൊരു ബഫൂൺ എന്ന രീതിയിൽ സ്വയം അധപ്പതിക്കുന്നുണ്ട്. മാത്രമല്ല ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ പൂർണ്ണമായും എടുത്തു മാറ്റുകയും അമേരിക്കയാണ് ലോകത്തിന്റെ സാമ്പത്തിക നയങ്ങൾ നിശ്ചയിക്കേണ്ടെന്നുള്ളൊരു പിടിവാശി, ഒരു അനാവശ്യമായ പിടിവാശി അത് ട്രംപിനുണ്ട്. അതിന്റെ ഭാഗമായാണ് മറ്റു രാഷ്ട്രങ്ങൾക്കൊക്കെ അധിക ചുങ്കവും ഇതുപോലുള്ള കാര്യങ്ങളുമൊക്കെ ഏർപ്പെടുത്തുന്നത്. ഇതിൽ ഇന്ത്യ വീഴുമോ വീഴില്ലേ എന്നതിനേക്കാളൊക്കെ ഉപരിയായി ട്രംപ് വിചാരിച്ചിരുന്നത് ഭീഷണിപ്പെടുത്തൽ ഉടനെ ഇന്ത്യ അങ്ങ് വീണ് കൊടുക്കും എന്നുള്ളതാണ്. അതെന്തായാലും ഉണ്ടായിട്ടില്ല. ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തായാലും നമ്മുടെ GDP റിഫ്ലക്ട് ചെയ്യും. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കർ പറഞ്ഞ വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്, ലോകത്തിന്റെ പ്രശ്നങ്ങളിൽ യൂറോപ്പിന്റെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ യൂറോപ്യൻസ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല ലോകത്തിന്റെ പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. അതായത് ഇവരുടെ വിചാരം പൂർണ്ണമായും അർത്ഥത്തിൽ ഇവർ പറയുന്നതാണ് ലോകക്രമീകരണത്തിന്റെ ഭാഗമായി വരേണ്ടത്. അതായത് ഒരു പാശ്ചാത്യ സെക്ടർ അത് ആ രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അതിന് കേവലം റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ മേടിക്കുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇതിനെ തഴഞ്ഞു മാറ്റുക എന്ന് പറയുന്നത് അവരുടെ ഇരട്ടത്താപ്പ് തന്നെ, എൻ്റെ ഹിപ്പോക്രസിയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നോക്കൂ ശരത്ത്, അതുമായി ബന്ധപ്പെട്ട് ഇവർ ഈ യുറേനിയം വളങ്ങൾ, റഷ്യയിൽ നിന്നുള്ള വജ്രങ്ങൾ ഇതൊക്കെ തന്നെ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് യൂറോപ്പിന്റെ പല പ്രദേശങ്ങളിലും അമേരിക്കയിലേക്കും. അപ്പോൾ ഇതൊക്കെ മേടിച്ച് കയ്യിൽ വെക്കാം. അതായത് അവരുടെ വ്യാപാരത്തെയോ വ്യവസായത്തെയോ തടസ്സപ്പെടുത്താൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരു നിരോധനം അവർ റഷ്യയുടെ മേൽ ഏർപ്പെടുത്തുന്നില്ല. റഷ്യക്ക് മേൽ ലോകരാഷ്ട്രങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ റഷ്യൻ എണ്ണയുടെ വില കുറഞ്ഞപ്പോൾ അത് ഇന്ത്യ മേടിച്ചതാണ് ഇവർക്ക് പ്രശ്നം. യൂറോപ്പിലെ ഇവർ പറഞ്ഞാൽ ഇന്ത്യ കേൾക്കണം. ഇന്ത്യ പഴയ ആ ബ്രിട്ടീഷ് ഭരണാധികാരത്തിന്റെ കാലഘട്ടം ഫ്യൂഡൽ മൈൻഡിന്റെ പ്രശ്നമാണത്. ഇപ്പോൾ നേരത്തെ പറയും ഇതിനിടയിൽ തന്നെ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെയാണ് ഈ 5 യുദ്ധങ്ങൾ നിർത്തിയതിന്റെ കണക്കുകളൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്.
എല്ലാം കൊണ്ടും താനൊരു ലോക നേതാവാണ്. ഇപ്പൊ എന്താ പറയാനാണ്, ഞാൻ ഫസ്റ്റ് അമേരിക്ക ഫസ്റ്റ് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ അവിടെയുള്ളവരെ മാത്രം, അതായത് അമേരിക്കയിൽ മാത്രം ട്രംപിന്റെ ലോകം ചുരുങ്ങുന്നു. ലോക നേതാവ് എന്ന് പറയാൻ ട്രംപിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ട്രംപിന്റെ ഖ്യാതി തന്നെ ഇടുങ്ങി പോവുകയാണ്. എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് അമേരിക്കൻ ജനത തന്നെ ചോദിച്ചു തുടങ്ങി. അതായത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സാമ്പത്തിക വിദഗ്ധർ അടക്കം പറയുന്ന കാര്യം, ട്രംപിന്റെ ഒരു മനോഭാവം ഏറ്റവും കൂടുതൽ തിരിച്ചടിയാൻ പോകുന്നത് അമേരിക്കയിൽ തന്നെയാണ്. ഇപ്പോൾ ഈ വ്യാപാരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തായിരിക്കും, ഇപ്പോൾ അമേരിക്കയ്ക്ക് അധിഷ്ഠിതമായ കുറച്ച് രാജ്യങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അയൽ രാജ്യങ്ങളെ പോലും ഇത്തരത്തിൽ വിരളി പിടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഓരോ നീക്കങ്ങളും, ഇപ്പോൾ മെക്സിക്കോയ്ക്ക് അടക്കം നടത്തുന്ന അദ്ദേഹം നൽകിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നോക്കുക. അപ്പോൾ ഈ ഒരു വെട്ടൊന്ന് മുരണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ട്രംപിനെ മാത്രമല്ല അമേരിക്ക സാരമായിട്ടാണ് ബാധിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇന്ത്യയുമായിട്ട് സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുകല്, വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ സ്വർണം എല്ലാം തന്നെ വലിയ രീതിയിൽ ഇന്ത്യയിൽ നിന്ന് മോശമല്ലാത്ത രീതിയിലാണ് അവിടെ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. ജനറൽ മെഡിസിന്റെ ലോകത്തിലെ കുത്തകയാണ് ഇന്ത്യ. ഇന്ത്യ ഇങ്ങനെ ആയുർവേദം അടക്കം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സ്ഥലം കൂടിയാണ്. ഇന്ത്യ പറയുകയാണ് ഞങ്ങൾ ജനറൽ മെഡിസിൻ സെയിൽ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാലോ, അത് അങ്ങനെയല്ല. ഇത് ഞാൻ പറഞ്ഞത് ഭീഷണിപ്പെടുത്തലാണ്. ട്രംപിന്റെ ഭീഷണിയുടെ മുന്നിൽ റഷ്യ ഒന്നും തല കുനിക്കുന്നില്ല, ഇന്ത്യയും തല കുനിക്കുന്നില്ല. വളർന്നു വരുന്ന ബ്രസീലിനെ ഇന്ത്യയും പോലുള്ള സാമ്പത്തിക വ്യവസ്ഥകളെ തകർക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിനുണ്ട്. മാത്രമല്ല ട്രംപ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തി ഒരാളെ ഡെവിളിനോട് പോലും ട്രേഡ് നടത്തുന്ന ആളാണ്. അങ്ങനത്തെ ഒരു ബിസിനസ് പേഴ്സൺ ആണ്. അപ്പൊ അയാൾക്ക് ഉള്ള ഉദ്ദേശം ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടർ, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മോണോപ്പൊളി, അതായത് ഇന്ത്യയുടെ നട്ടിലാണ് ഇന്ത്യയുടെ കാർഷിക മേഖല, ക്ഷീരകർഷകരുടെ ക്ഷീരമേഖല. ഇതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ട്രംപിന് മാർക്കറ്റ് തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ പോളിസികൾക്ക് വിരുദ്ധമാണ്. നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ചെയ്തു കൊടുക്കുക, എത്രയധികം കുമ്പിട്ട് നിൽക്കണമോ എങ്കിൽ ഞങ്ങൾ എത്രയധികം തീരുവ കുറച്ച് തന്നേക്കാം എന്ന് പറയുന്നത് ഹിപ്പോക്രസിയാണ്, ധാർഷ്ട്യമാണ്. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ഒരാളുടെ വാക്ക് കേട്ടോ, എനിക്ക് തോന്നുന്നു പ്രതിരോധ മേഖലയിൽ അടക്കം ഇന്ത്യ കൈവരിച്ച ഒരു നേട്ടം. എനിക്ക് തോന്നുന്നു ഈ വർഷം ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു ട്രംപ് തന്നെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ F-35 വിമാനങ്ങൾ നിങ്ങൾക്ക് തരാൻ വേറെ ആർക്കും നമ്മൾ കൊടുക്കാറില്ല, ഇന്ത്യ ആയിട്ട് തരാം എന്ന് പറയുന്നുണ്ട്. മോദി പുച്ഛിച്ച് തള്ളി, വേണ്ട, അതിന്റെ ആവശ്യമില്ല, നമുക്ക് തദ്ദേശീയമായി വികസിപ്പിക്കുന്നുണ്ട്, ബ്രഹ്മോസ് അടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല റഷ്യയിൽ നിന്ന് വലിയ രീതിയിലുള്ള വ്യാപാര കരാർ വയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം പോലെ എനിക്ക് തോന്നുന്നു 67,000 കോടി രൂപ ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തിനിടയിൽ തന്നെ 67,000 കോടി രൂപ ഇന്ത്യൻ ഡിഫൻസ് സിസ്റ്റത്തിന് മാറ്റി കൊടുക്കുകയാണ്, DRDOക്ക് കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും തദ്ദേശീയമായി ഇന്ത്യ കുറച്ചുകൂടി നിർമ്മിച്ച് അതുവഴി വലിയ രീതിയിലൊരു വരുമാന മാർഗം കണ്ടെത്തുന്നത്. അതൊക്കെ തന്നെ ട്രംപിന്റെ വാക്കിനെ അവഗണിച്ചതിന്, ട്രംപ് നൽകിയൊരു ഓഫർ അവഗണിച്ചത്, ഇതെല്ലാം തന്നെ അദ്ദേഹം കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ ചില ആളുകളുടെ വാക്ക് അവര് ഇപ്പം നേരത്തെ പറയുന്നത് ഇത് പണ്ടത്തെ രീതിയിലുള്ള ജന്മിമാർ നൽകുന്ന ഒരു ഔദാര്യം, അത് സ്വീകരിച്ചില്ലെങ്കിൽ ഉണ്ടാവുന്ന ഒരു റിബലിനോട് കാണിക്കുന്ന ഒരു മനോഭാവമാണ് ഇന്ത്യയോട് ഇപ്പോൾ ട്രംപ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ ഇന്ത്യ അല്ല, അത് തന്നെയാണ് ഇപ്പോൾ മോദിയുടെ ഓരോ വാക്കുകൾ അവസാനം നമ്മൾ എല്ലാ കാര്യത്തിലും പ്രതിപക്ഷം അടക്കം ഇതൊരു ആയുധമാകുമെങ്കിൽ പോലും ഇന്ത്യയുടെ നിലപാട് ഇപ്പം തല കുനിക്കുന്നില്ല. ട്രംപിന്റെ വിരട്ടൽ കയറ്റി അയ്യോ റഷ്യയായിട്ട് കരാർ കളഞ്ഞിട്ട് വീണ്ടും അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ പോകുന്നില്ല. അതാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. നോക്കൂ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പൊട്ടൻഷ്യൽ ഉണ്ട്. എന്തുകൊണ്ടാണ് ചൈന പേടിക്കാത്തത്? ചൈന അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രൊഡക്ഷന് പർച്ചേസ് ചെയ്യുന്നതും ചൈനക്കാർ തന്നെയാണ്. ഒരു സർക്കുലർ എക്കോണമിയാണ്. അവർ ഉൽപ്പാദിപ്പിക്കുന്നു, അവരിലേക്ക് തിരിച്ച് പൈസ പോകുന്നു. ഇതേ സർക്കുലർ എക്കോണമിയുടെ ഒരു ചെറിയ വെർഷൻ ഇന്ത്യക്കുമുണ്ട്. പക്ഷെ ഇന്ത്യ വലിയ രീതിയിൽ ഡിഫൻസ് മേഖലയിലായിക്കൊള്ളട്ടെ മറ്റ് പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ വ്യാപാരവും നമ്മുടെ ഗുഡ്സ് മറ്റുള്ളവർ മേടിക്കുകയും വേണമല്ലോ, ഒരു ക്രയവിക്രയത്തിന്റെ ഭാഗമായി ഉണ്ട്. അപ്പൊ ഇന്ത്യ ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇപ്പൊ അമേരിക്ക കൈ കൊടുക്കുന്നില്ല. ഇപ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ തന്നെ വേണ്ട, ആഫ്രിക്കൻ രാഷ്ട്രങ്ങളുണ്ട്, മറ്റു രാഷ്ട്രങ്ങളുണ്ട്. എല്ലാത്തിനും ഉപരിയായിട്ട് മോദി തന്നെ പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുക. അതായത് നമ്മൾ ഇതുവരെയും നയതന്ത്ര ബന്ധങ്ങൾ കാര്യക്ഷമമായി വർദ്ധിപ്പിക്കാത്ത രാഷ്ട്രങ്ങളെ കൈകൊടുക്കുകയും മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള മെയ്ഡ് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ പൂർണ്ണമായും അർത്ഥത്തിൽ ഇന്ത്യ അതിന്റെ നമ്മളിപ്പോൾ ചെയ്യുന്നത് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതിൽ നിന്നും കൂടി മാറി അതാണ് ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇങ്ങനെയൊന്നും ഇതും GDP ചെറിയ രീതിയിൽ മാത്രമേ 50% സ്വാഭാവികമായും ഫാർമസ്യൂട്ടിക്കൽ ഏരിയയിലും ഒക്കെ വില കൂട്ടലും അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതും GDP സാരമായി മാത്രമേ ബാധിക്കുകയുള്ളൂ. ഇന്ത്യ ഇതിനെയും അതിജീവിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ 100% ഒരു പക്ഷേ ചുങ്കം ചുമത്താൻ പോകുന്നത്. ചില ആളുകൾക്ക് കഴുകൻ കണ്ണുകളാണെന്ന് പറയും. 6 മാസം മുൻപ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ സമ്പദ് വ്യവസ്ഥയാണെന്നും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയും എൻ്റെ സൗഹൃദ രാഷ്ട്രമാണോ ഏറ്റവും വലിയ സുഹൃത്താണെന്നും പറഞ്ഞ അതേ ആൾക്ക് 6 മാസത്തിനിപ്പം ട്രംപ് പ്ലേറ്റ് മറിച്ചിരിക്കുകയാണ്. അപ്പൊ ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ ജിയോ പൊളിറ്റിക്കൽ നയങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടതെന്തോ അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇനി നമ്പരുത് ഇവരെ എന്നുള്ളത് മാത്രം ഇന്ത്യ ഇതിൽ പഠിക്കും. നമ്മൾ അതാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. അതായത് ഇതൊരു പേഴ്സണൽ കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ ഒരു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്.
മേക്ക് ഇൻ ഇന്ത്യ കുറച്ചുകൂടെ പ്രോത്സാഹിപ്പിക്കുക. എന്തായാലും അങ്ങനെയാണ് കാണേണ്ടത്. ട്രംപിന്റെ ഈ ഒരു തീരുവ ഭീഷണി വന്നപ്പോൾ തന്നെ മോദി പറഞ്ഞത് മേക്ക് ഇൻ ഇന്ത്യ നമ്മൾ നേരത്തെ പറഞ്ഞു അത് ആ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല സാമ്പത്തിക ശക്തി, ലോകത്തെ സാമ്പത്തിക ശക്തിയിൽ മൂന്നാമതെത്താനുള്ള പുറപ്പാടിലാണ് തങ്ങളെന്നും കൃത്യമായ സ്റ്റേറ്റ്മെന്റ് മോദി 2 ദിവസം മുൻപ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇതൊക്കെ ട്രംപിന്റെ ഈ ഒരു ഭീഷണി എല്ലാം തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് വളമാവുകയാണ്. ഇതിൽ നിന്ന് ഇന്ത്യ പഠിച്ച് ഇതിൽ നിന്ന് കുറെ കൂടി വാശിയോടെ മുന്നേറി സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു താങ്ങൊന്നും ഇല്ലാതെ തന്നെ മറ്റു രാജ്യങ്ങളുടെ താങ്ങുന്നത് ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം അതിനുള്ള ശേഷിയുണ്ട്, അത്രയും ആളുകളുണ്ട്, അത്രയും ആളുകളുണ്ട്, ഏറ്റവും കൂടുതൽ മാൻ പവർ ഉള്ള രാഷ്ട്രമാണ്, യുവാക്കളുള്ള രാജ്യമാണ്. മറ്റെല്ലാവരും ഭീഷണി നേടുമ്പോൾ ഇവിടെ നമ്മൾ എല്ലാം കൊണ്ടും ഇപ്പോൾ ചൈന അടക്കം ഇപ്പോൾ കൂപ്പുകുത്തി നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ഇന്ത്യ പോപ്പുലേഷനിലായാലും ഇപ്പൊ യുവാക്കൾ ഇഷ്ടംപോലെ ഉണ്ട്, അവർ തൊഴിൽ നേടുകയാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ അങ്ങനെയാണ് സൗകര്യങ്ങളും കൊടുത്ത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പോലെയുള്ളതിന് സംയുക്തമായി, അതായത് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ സംയുക്തമായി ഈ പ്രതിസന്ധിയെ മറികടക്കണം. അല്ലാതെ രാഹുൽ ഗാന്ധി എന്ന പോലെ ഈ സമയത്ത് മോദിയെ കരിവാരി തേക്കുകയല്ല വേണ്ടത് എന്നുള്ളത് മാത്രം പറഞ്ഞു നിർത്താം.